ഹലോ ഫ്രണ്ട്സ്, +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചാപ്റ്ററായ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവവും പ്രാധാന്യവും ഈ ചാപ്റ്ററിലെ ആദ്യ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഇതിൽ കാണിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠനത്തിനുള്ള ഷോർട്ട് നോട്ടായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് പുസ്തകത്തിൽ പറയുന്ന മീനിങ്ങും ഡെഫിനിഷനെല്ലാം ഡിസ്കസ് ചെയ്യാം. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിന് കീഴിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഏതൊരു സോഷ്യൽ സിസ്റ്റം എടുത്താലും അവിടെ മാനേജ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്, സ്കൂളുകൾ, ഹോസ്പിറ്റൽ, റിലീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഫാമിലി, അങ്ങനെ ഏതൊരു സോഷ്യൽ സിസ്റ്റം, എന്തൊരു സ്ഥാപനങ്ങൾ എല്ലാം എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും നമുക്കൊരു മാനേജ്മെൻറ്റിനെ കാണാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. നമുക്കറിയാം, COVID-19 എന്ന രോഗം ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്നൊരു സാഹചര്യമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു രോഗം വന്ന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മളുടെ കേരളത്തെ മാത്രം എടുത്തൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചൈനയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ തുടരെ മറ്റു രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മളുടെ കേരള ഗവൺമെൻറ് അതിനൊരു മുൻകരുതലെടുത്തു, അല്ലേ? കേരള ഗവൺമെൻറ് അറിയാമായിരുന്നു ഈ രാജ്യങ്ങളിലെല്ലാം മലയാളികളുണ്ട്, അവർ നമ്മളുടെ രാജ്യത്തേക്ക് കടന്നു വരും, അപ്പോൾ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയെല്ലാം തീരുമാനിച്ചു വെച്ചാൽ മാത്രം മതിയാവും? അല്ല, അതിന് ഒരുപാട് കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വിദേശത്ത് നിന്നും ഒരാൾ വന്നു, അയാൾക്ക് ഈ ഒരു അസുഖം സ്ഥിരീകരിക്കപ്പെട്ടാൽ അയാളെ പെട്ടെന്ന് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തി സ്വന്തമായിട്ടൊരു ഐസൊലേഷനിൽ പാർപ്പിക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ആദ്യം സജ്ജമാക്കി. ഹോസ്പിറ്റലുകളിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കി. ചില ഹോസ്പിറ്റലുകൾ COVID-19 ഹോസ്പിറ്റൽ മാത്രമാക്കി മാറ്റി. അതുപോലെ നമ്മളുടെ ഡോക്ടേഴ്സ്, നഴ്സുമാർ ഇവർക്കൊക്കെ ധരിക്കാനുള്ള PPE കിറ്റുകൾ, അതുപോലെ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ഇത്തരത്തിലുള്ള ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെല്ലാം സജ്ജമാക്കി. പിന്നെയോ ഹ്യൂമൻ റിസോഴ്സ് വേണം, അല്ലേ? ഡോക്ടർമാർ, നഴ്സുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമുള്ള ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും എംപ്ലോയീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ കൊടുത്തു, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു. അതുപോലെ പുതിയ നഴ്സുമാരെയും ഡോക്ടർമാരെയും എല്ലാം റിക്രൂട്ട് ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെയോ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു രോഗിയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമാണോ? അല്ല. അതിനുശേഷം ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഓരോ വകുപ്പ് തല മേധാവികളുമായിട്ട് എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ദിവസം എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ പോകുന്നത്, എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളതെല്ലാം ചർച്ച ചെയ്ത് അത് പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഒരു കാര്യങ്ങൾ, ഈ ഒരു COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ്റിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്. നമ്മളുടെ സംസ്ഥാനം കോവിഡ് മുക്തമാക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഇല്ലാതെയാക്കുക, വന്നവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഗവൺമെൻറ്റിനുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഒരു പ്രവർത്തനത്തിനെ മുഴുവനായിട്ട് നമുക്കൊരു മാനേജ്മെൻറ്റ് എന്ന് പറയാം. എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാനാകും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു.
ആദ്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യണം, പ്ലാൻ ചെയ്യണം. മുൻകൂട്ടി ഭാവിയിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. പിന്നീട് നമ്മളുടെ ലക്ഷ്യം നടപ്പാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമുണ്ട്, അതെല്ലാം നമ്മൾ സജ്ജമാക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യരെ ആവശ്യമാണ്. അതുപോലെ കൃത്യമായ ഡയറക്ഷൻസ് കൊടുക്കണം, ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തണം. ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൽ വരുന്ന ഫങ്ഷൻസ്. ഇതൊരു നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി നമ്മളുടെ ഏതൊരു ഗവൺമെൻറ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതൊരു സിസ്റ്റം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മളുടെ ഗൃഹനാഥൻ നമ്മളുടെ ഫാമിലി കൃത്യമായി ഡിസിഷൻസ് എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ ഇനി നമ്മളുടെ സ്കൂളിലെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്കൂളിലൊരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ, അപ്പോൾ അത് കൃത്യമായി വളരെയധികം കൃത്യമായിട്ട് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെയൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കണം, എന്തൊക്കെ പരിപാടികളാണ് നടത്തേണ്ടത് എന്നുള്ളതെല്ലാം പ്ലാൻ ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകളും ഡെക്കറേഷൻ, സൗണ്ട്, ലൈറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഫണ്ട്, ക്യാഷ്, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യും. പിന്നീട് ഓരോ അധ്യാപകർക്ക് അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഏൽപ്പിക്കും, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നീട് ഈ പരിപാടികളെല്ലാം നടന്നതിന് ശേഷം അത് എങ്ങനെ ഉണ്ടായിരുന്നു, എവിടെയാണ് പോരായ്മ വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തും. പിന്നീടുള്ള വർഷങ്ങളിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇങ്ങനെ ഏതൊരു കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റിനെ കാണാനായിട്ട് സാധിക്കും. ഇനി മാനേജ്മെൻറ്റിൻ്റെ മീനിങ് നോക്കാം. Management is a process of getting things done with the aim of achieving goals effectively and efficiently. സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെൻറ്റിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങളുണ്ട്. കേവലം ഒരു പ്രവർത്തനം മാത്രമല്ല, ഒന്നിലധികം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ട റിസോഴ്സുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അടങ്ങുന്നതാണ് മാനേജ്മെൻറ്റ്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. എങ്ങനെ? വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി. ഗോൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. എങ്ങനെയാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത്? എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. എഫക്റ്റീവായിട്ട്, ഫലപ്രദമായിട്ടും എഫിഷ്യൻ്റായിട്ടും, വളരെ കാര്യക്ഷമമായിട്ടും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങളും നിർവഹിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പദങ്ങളാണ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്നുള്ളത്. മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സാണ്. ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് പദങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. Effectiveness in management is concerned with doing the right task, completing activities and achieving goals. In other words, it is concerned with the end result. Effectiveness എന്ന് പറഞ്ഞാൽ doing the right task, കറക്റ്റായിട്ടുള്ള പ്രവർത്തനം ചെയ്യുക. കംപ്ലീറ്റിംഗ് ദ ആക്ടിവിറ്റീസ് എന്താണോ ഉദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് അച്ചീവിങ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നതാണ് എഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ലക്ഷ്യം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നത് മാത്രമാണ് എഫക്റ്റീവ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മാനേജർ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ലക്ഷ്യം നേടി, 1,00,000 രൂപയുടെ സെയിൽസ് ഒരു മാസത്തിൽ വേണമെന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിൽസ് അച്ചീവ് ചെയ്താൽ നമുക്ക് പറയാം ആ ഒരു മാനേജർ എഫക്റ്റീവ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എൻഡ് റിസൾട്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എൻഡ് റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് എഫക്റ്റീവ്നെസ് എന്നുള്ളത്. അതായത് ഒരു അന്തിമ ലക്ഷ്യം ഉണ്ടായിരിക്കും, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ നോക്കുന്നത്. അത്തരത്തിലൊരു ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മാനേജർ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനാകും.
ഇനി എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ? അപ്പോൾ എഫക്റ്റീവ്നെസ് എന്ന പദത്തിൽ നമ്മൾ അതെങ്ങനെ നേടിയെടുക്കുന്നു എന്നത് പരിഗണിക്കുന്നില്ല. എന്നാൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മീൻസ് ഡൂയിങ് ദ ടാസ്ക് കറക്റ്റ്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ടാസ്ക് കറക്റ്റായിട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, വിത്ത് മിനിമം കോസ്റ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു കാര്യം നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലക്ഷ്യം നേടിയെടുക്കണം. വെറുതെ ലക്ഷ്യം നേടിയെടുത്താൽ പോരാ. എങ്ങനെ? ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള രീതിയിലാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എഫിഷ്യൻ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മാനേജർ എപ്പോഴും എഫിഷ്യൻറ്റും ആവണം, എഫക്റ്റീവും ആവണം. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും വേണം, അത് വളരെ കാര്യക്ഷമമായിട്ട് മിനിമം കോസ്റ്റ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നേടിയെടുക്കുകയും വേണം. ഓക്കെ, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും എന്നാണ് പറയുന്നത്. ബട്ട് ദീസ് ടു ആസ്പെക്ട്സ് നീഡ് ടു ബി ബാലൻസ്ഡ്. ഈ ഒരു രണ്ട് കാര്യങ്ങളും എന്ത് വേണം? ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. എഫക്റ്റീവ്നെസ് മാത്രം ഉണ്ടായാൽ പോരാ, ഗോൾ എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? ഒരുപാട് കോസ്റ്റ് വന്നാൽ അപ്പോൾ അവിടെ നഷ്ടം വരും. ഇനി എഫിഷ്യൻസി മാത്രമായിട്ടും കാര്യമില്ല, കോസ്റ്റൊക്കെ വളരെ കുറവാണ് പക്ഷേ ഗോളൊന്നും നേടിയെടുത്തില്ല, അങ്ങനെ ആവാനും പാടില്ല. രണ്ടും ഒരേ രീതിയിൽ മുന്നോട്ട് പോകണം. എഫക്റ്റീവ്നെസ്സും വേണം, എഫിഷ്യൻസിയും വേണം. അത് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് ഒരു സക്സസ്ഫുൾ മാനേജർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എഫിഷ്യൻസിക്കും എഫക്റ്റീവ്നെസ്സിനും. ഒരു കമ്പനിയിൽ ഒരു ജനറൽ മാനേജർ ഉണ്ട്. ആ ജനറൽ മാനേജർക്ക് കീഴിൽ രണ്ട് മാനേജേഴ്സാണുള്ളത്, മാനേജർ എയും മാനേജർ ബിയും. അപ്പോൾ ഈ ഒരു ജനറൽ മാനേജർ രണ്ടു മാനേജർക്കും കൂടി ഒരു ടാസ്ക് കൊടുത്തു. എന്താണത്? ഒരു വർഷത്തിനുള്ളിൽ 1 കോടി രൂപയുടെ സെയിൽസ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന മാനേജർ achieved the target of rupees 1 crore sales in a year but incurred a higher production cost. എ എന്ന മാനേജർ ഒരു വർഷത്തിനുള്ളിൽ 1 കോടിയുടെ സെയിൽസ് അദ്ദേഹം നേടിയെടുത്തു, സെയിൽസ് അച്ചീവ് ചെയ്തു. അത്രയും സെയിൽസ് അദ്ദേഹത്തിൻ്റെ എഫേർട്ടിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷേ incurred a higher production cost, വളരെയധികം പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻകർ ചെയ്തു. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് വാങ്ങാനാവാം, അതുപോലെ ഇലക്ട്രിസിറ്റി ഇതുപോലുള്ള കാര്യങ്ങളാവാം, അതുപോലെ കൂടുതൽ ലേബേഴ്സ്, കൂടുതൽ തൊഴിലാളികൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ചിലവ് വളരെയധികം കൂടുതലായിരുന്നു. ലക്ഷ്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലവ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ ലാഭം കുറവാകും അല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനാവും ഹിയർ ദ മാനേജർ ഈസ് എഫക്റ്റീവ് ബട്ട് നോട്ട് എഫിഷ്യൻറ്റ്. മാനേജർ എഫക്റ്റീവാണ്, അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യം അദ്ദേഹത്തിന് ആ ഒരു സമയത്തിനുള്ളിൽ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷെ എന്തല്ല, എഫിഷ്യൻ്റ് അല്ല, കാര്യക്ഷമമല്ല, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇനി ബി എന്ന മാനേജർ ബിയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, achieved the target of rupees 1 crore sale in a year with a minimum cost. അദ്ദേഹം 1 കോടി രൂപയുടെ സെയിൽസ് ഒരു വർഷത്തിൽ അച്ചീവ് ചെയ്തു. എങ്ങനെ? വിത്ത് മിനിമം കോസ്റ്റ്, ഏറ്റവും മിനിമം കോസ്റ്റ്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ അദ്ദേഹം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാനാവും ആ ഒരു മാനേജർ എഫിഷ്യൻ്റ് ആണ്, അതുപോലെ എന്താണ്, എഫക്റ്റീവുമാണ്. കാര്യക്ഷമമായിട്ട് മിനിമം കോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആ ഒരു സമയത്തിനുള്ളിൽ നേടിയെടുക്കുകയും ചെയ്തു അല്ലേ? നേടിയെടുത്തു. അപ്പോൾ എഫിഷ്യൻ്റ് ആണ്, എഫക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി മറ്റ് 2 മീനിങ്ങുകളൂടി നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാം കൂടി പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ എന്ന് തോന്നുന്നത് പഠിക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് ഫോർ ദ അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നു മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു, അതുപോലെ എഫക്റ്റീവ്, എഫിഷ്യൻ്റ് ഈ 2 വേർഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്സ്? ഒരു പ്രോസസ്സാണ്, ഒന്നിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ്. വിച്ച് ഇൻവോൾവ്സ്, അത് ഉൾക്കൊള്ളുന്നു എന്ത്? ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ്. വ്യത്യസ്തമായ റിസോഴ്സുകളുടെ എഫക്റ്റീവായിട്ടുള്ളതും വളരെ ഫലപ്രദമായതും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കാര്യക്ഷമമായതുമായ ഉപയോഗം, യൂട്ടിലൈസേഷൻ. എന്തിനും അപ്പോൾ ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ പണം ഉണ്ടാകും, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ്, നമ്മളുടെ തൊഴിലാളികൾ, അതുപോലെ മെഷീനറീസ്, ഇതെല്ലാം റിസോഴ്സുകളാണ്.
ഇതെല്ലാം എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടി? ഫോർ ദ അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ആ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അക്കോംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി, നേടിയെടുക്കുന്നതിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. This process involves the various functions such as planning, organizing, staffing, directing and controlling. ഈ ഒരു പ്രോസസ്സിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നതാണ് മാനേജ്മെൻറ്റ്. ഏതൊക്കെ? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യം മാനേജ്മെൻറ്റ് ഏറ്റവും ആദ്യത്തെ ഫങ്ഷനാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പിന്നീട് അതിനുവേണ്ടിയുള്ള റിസോഴ്സുകൾ ഓർഗനൈസ് ചെയ്യും, സംഘടിപ്പിക്കും. പിന്നെ തൊഴിലാളികളെ സംഘടിപ്പിക്കും. ദെൻ ഡയറക്ഷൻ, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അതുപോലെ കൺട്രോളിങ് ചെയ്യും. ഇതെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു മീനിങ്. ദെൻ അടുത്തൊരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന, കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഒരു മാനേജർ എപ്പോഴും അദ്ദേഹം വിചാരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരിലൂടെ, അദ്ദേഹത്തിൻ്റെ താഴെ ആരൊക്കെ ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരിലൂടെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നിർവഹിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഇനി നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ഓരോ മാനേജ്മെൻറ്റ് തിങ്കേഴ്സും അതുപോലുള്ള വ്യക്തികളൊക്കെ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്പെല്ലിംഗ് ഒന്നും മാറാതെ, വാക്കുകളൊന്നും മാറാതെ ഇതുപോലെ തന്നെ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മീനിങ് ആകുമ്പോൾ നമ്മളുടെ ഒരു ഇതനുസരിച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻ, മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് and maintaining an environment in which individuals working together in groups efficiently accomplish selected aims. ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വെയറിച്ച് അവരുടെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഡെഫിനിഷൻ എഴുതുമ്പോൾ അത് ആരുടെ ഡെഫിനിഷനാണെന്നത് കൂടി മെൻഷൻ ചെയ്യണം. അക്കോർഡിംഗ് ടു ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെയ്ൻസ് വെയറിച്ച് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ്. ഇവിടെയും പറഞ്ഞത് മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. എങ്ങനത്തെ പ്രക്രിയ? പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവിയോൺമെൻറ്റ്. ഒരു എൻവിയോൺമെൻറ്റ്, ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഡിസൈൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. എങ്ങനത്തെ എൻവിയോൺമെൻ്റ് ആണ്? ഇൻ വിച്ച്, അതിൽ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗെദർ ഇൻ ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എൻവിയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുക, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ എന്താ പറഞ്ഞത്? എഫിഷ്യൻ്റ്ലി അക്കോംപ്ലിഷ് സെലക്റ്റഡ് എയിംസ്. ഒരു കൂട്ടം വ്യക്തികൾ, ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി പ്രവർത്തിച്ച് അതുപോലെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന, എഫിഷ്യൻ്റ്ലി നേടിയെടുക്കുന്ന, കാര്യക്ഷമമായിട്ട് നേടിയെടുക്കുന്ന ഒരു എൻവിയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് to effectively achieve organizational objectives by efficiently using limited resources in the changing environment. ക്രെയ്റ്റ്നറിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ക്രെയ്റ്റ്നർ എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ്. ഇവിടെ മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ്. വർക്കിംഗ് വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് അതേഴ്സ് ആൻഡ് വർക്കിംഗ് ത്രൂ അതേഴ്സ്. അത് ഷോർട്ടാക്കി പറയുന്നതാണ്. അപ്പോൾ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതും, വർക്കിംഗ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതും, അതുപോലെ വർക്കിംഗ് ത്രൂ അതേഴ്സ്, മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുന്നതുമായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ സെയിം ലെവലിലുള്ള അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മറ്റ് എക്സിക്യൂട്ടീവ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അതുപോലെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അദ്ദേഹം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ, അദ്ദേഹത്തിൻ്റെ താഴെ ലെവലിൽ ഉള്ളവരിലൂടെ ചെയ്തെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിച്ചും മറ്റുള്ളവരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടും.
to effectively achieve organizational objectives by efficiently using limited resources in the changing environment. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ, ഒരു ചുറ്റുപാടിൽ, ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ ഒരു COVID-19 എന്ന രോഗം വന്നു, അപ്പോൾ എല്ലാ ബിസിനസ്സുകൾക്കും തകർച്ചയാണ്. എന്നാൽ ചില ബിസിനസ്സുകൾ മുൻപോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ ലിമിറ്റഡ് റിസോഴ്സസ്, നമ്മൾക്ക് ലിമിറ്റഡ് റിസോഴ്സുകളെല്ലാം എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, വളരെ പരിമിതമായിരിക്കും. നമ്മുടെ പണമാണെങ്കിലും മറ്റേതൊരു റിസോഴ്സ് ആണെങ്കിലും പരിമിതമായിരിക്കും. അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എഫക്റ്റീവായിക്കൊണ്ട് ഫലപ്രദമായി നേടിയെടുക്കുന്നതിനും വേണ്ടി മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്രീറ്റ്നറിൻ്റെ ഒരു ഡെഫിനിഷൻ. അടുത്തൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്നുള്ളതൊരു ഡിസ്റ്റിങ്ക്റ്റ്, ഒരു വേറിട്ടൊരു പ്രക്രിയയാണ്. കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്, പെർഫോംഡ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ബൈ ദ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ റിസോഴ്സസ്. എന്താ പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഒരു വേറിട്ട പ്രവർത്തനമാണ്. ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേറിട്ട പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്, സംഘാടനം നടത്തുന്നുണ്ട്, ആക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നടത്തിയെടുക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ കൺട്രോളിങ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേറിട്ട പ്രവർത്തനമാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. പെർഫോംഡ് ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയാണ് അത് പെർഫോം ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ആൻഡ് അക്കംപ്ലിഷ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാനും ആ ഒരു നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. എങ്ങനെയാണ്? ബൈ ദ യൂസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അതർ റിസോഴ്സസ്. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരെയും മറ്റുള്ള റിസോഴ്സ്. മനുഷ്യൻ എന്നുള്ളതൊരു മൂലധനമാണ്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു വിഭവമാണ്, റിസോഴ്സാണ്. അതുപോലെ മറ്റുള്ള മെഷീനറി, ഫിനാൻസ്, ഇത്തരത്തിലുള്ള റിസോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും ഇതിനെപ്പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇത്രയും ടൈം എടുത്തുകൊണ്ട് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു മീനിങ്ങും ഒരു ഡെഫിനിഷൻ എങ്കിലും നിർബന്ധമായിട്ടും, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ മീനിങ് അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ മീനിങ്ങാണ് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നുന്നത്, എക്സാംസിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്നുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയുന്നത് രണ്ടാമത് പറഞ്ഞ മീനിങ്ങാണ്. അതുപോലെ ഡെഫിനിഷൻസിലും ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.